ഒരു ചെള്ള് കാരണം ജീവിതം നശിച്ചുപോയ രാജകുമാരി. ഈ രാജാവ് ഒരു ചെറിയ ചെള്ളിനെ സ്വന്തം ചോര കൊടുത്ത് പെറ്റായി വളർത്തുന്നു. അത് ദിവസം തോറും വളർന്ന് രാജാവിൻ്റെ അത്ര വലിപ്പം വെച്ചു. എന്നാൽ ആ ചെള്ളിന് ഒരു ദിവസം എന്തോ അസുഖം പിടിപെടുന്നു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറയുന്നു അതിൻ്റെ ജീവിതാവസാനം എത്തിയെന്നും. ഇത് കേട്ടതും രാജാവിന് ഭയങ്കര വിഷമം വരുന്നു. അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകാതെ ഇരിക്കാൻ ആ രാജാവ് ചെള്ള് മരിച്ചപ്പോൾ ഒരു ഐഡിയ കൊണ്ടുവന്നു. ആ ചെള്ളിൻ്റെ തൊലിയെടുക്കുകയും കൊട്ടാരത്തിൽ അത് തൂക്കിയിടുകയും ചെയ്തു. ആ തൊലി ആരുടെ എന്ന് കണ്ടെത്തുന്നോ ആ ആൾക്ക് രാജകുമാരിയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് രാജാവ് വാക്ക് കൊടുക്കുന്നു. എന്നാൽ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്നേരം ഒരു മലമുകളിൽ നിന്നും ഭീകരനായ ഒരു കാട്ടാളൻ അവിടെ വരികയും അത് ചെള്ളിൻ്റെ തൊലിയാണെന്നും പറയുന്നു. രാജാവിന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അയാൾ അവളെ കൊണ്ട് ദൂരെ ഒരു ഗുഹയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിറച്ച് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലുകളായിരുന്നു. പേടിച്ച രാജകുമാരി അയാൾ കാണാതെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. അടുത്തുള്ള കുറച്ച് ഗ്രാമവാസികൾ അവളെ കാണുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ കാട്ടാളൻ അവരെ പിടിക്കാൻ പുറകെ പോകുന്നു. അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ വീണ്ടും കാട്ടാളൻ വരികയും എല്ലാവരെയും കൊല്ലുന്നു. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് രാജകുമാരി കീഴടങ്ങിയതുപോലെ അഭിനയിക്കുന്നു. കാട്ടാളനും പെട്ടെന്ന് ശാന്തനാകുന്നു. ഈ സമയം രാജകുമാരി അയാളുടെ കഴുത്തറുത്ത് കൊല്ലുന്നു. അവൾ കാട്ടാളന്റെ തല കൊണ്ട് തിരിച്ചു കൊട്ടാരത്തിൽ എത്തുന്നു. മകളെ കാട്ടാളന് കൊടുത്തതുകൊണ്ട് കുറ്റബോധം വന്ന രാജാവ് താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ആ രാജകുമാരിയെ അവിടുത്തെ പുതിയ കിരീടധാരിയാക്കുന്നു.